നമുക്ക് പോലീസിനെ പോലീസിനെ രൂപയിൽ നിന്ന് 1 രൂപ കൂട്ടിയില്ല. 4.25 വർഷമായപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലയാഴ്ചയാണ് 1600 രൂപ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. എന്തായാലും അത്തരം ഒരു കാലതാമസം ഈ 3000 രൂപയുടെ കാര്യത്തിൽ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും ഉണ്ടാവില്ല. നിയമസഭയിലെ ആ തഗ് മറുപടികളും പിന്നെ മാസ് ഡയലോഗുകൾ മാത്രമല്ല സുഹൃത്തുക്കളെ വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയെ ജനപ്രിയനാക്കുന്നത്. അതിനപ്പുറം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൻതോതിൽ ഷെയർ ചെയ്യപ്പെടുന്ന ഈ ഒരു റീൽ വീഡിയോ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കണം. ഒരു സാധാരണക്കാരന്റെ സങ്കടം കേൾക്കുമ്പോൾ തന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരു പാവപ്പെട്ട അമ്മയെ ചേർത്ത് പിടിക്കാൻ ആ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ, അതാണ് ഇവിടുത്തെ യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ ഓരോ സാധാരണക്കാരനെയും അദ്ദേഹം എത്രമാത്രം നെഞ്ചോട് ചേർക്കുന്നുണ്ടെന്ന് എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പഴയതുപോലെ ജനങ്ങളിൽ നിന്ന് അകന്നു മാറി വലിയ സുരക്ഷാ വലയങ്ങൾക്കുള്ളിൽ ഇരുന്ന് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയല്ല കേരളത്തിന് ആവശ്യം. തങ്ങളുടെ സങ്കടങ്ങൾ നേരിട്ട് ചെന്ന് പറയാൻ പറ്റുന്ന, തങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്ന ഒരു ഭരണാധികാരിയാണ്. ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ കണ്ണീരൊപ്പുന്ന ഈ ഒരു ജനകീയ ശൈലി തന്നെയാണ് സഭയ്ക്കുള്ളിലെ പ്രതിപക്ഷത്തിന്റെ കള്ളപ്രചരണങ്ങളെ തച്ചടയ്ക്കാനുള്ള വി.ഡി. സതീശന്റെ ഏറ്റവും വലിയ ഊർജം എന്ന് പറയുന്നത്. നിയമസഭ എന്ന് പറഞ്ഞാൽ തറവേല കാണിക്കുന്ന സ്ഥലമല്ല സഖാക്കളെ, അതിനൊരു അന്തസ്സുണ്ട്, മാന്യത. ഇങ്ങനെ പ്രതിപക്ഷത്തിന്റെ മുഖത്ത് നോക്കി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറയുമ്പോൾ തിരുവനന്തപുരം നിയമസഭയിൽ വീണത് വെറും ഒരു മറുപടിയല്ല, AKG സെന്ററിലെ ക്യാപ്സൂൾ ഫാക്ടറികളുടെ കരണത്തേറ്റ കനത്ത പ്രഹാരമാണ്. ഭരണം കിട്ടി 30 ദിവസം തികയുമ്പോഴേക്കും വടി കൊടുത്ത് അടി വാങ്ങാൻ ഇറങ്ങി തിരിച്ച പ്രതിപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ അലക്കി വെളുപ്പിക്കുകയാണ് വി.ഡി. സതീശൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി. സഭയെ വിറപ്പിച്ച ആ ഒരു കടുവാശയുടെ പൂരമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 1600 രൂപയുടെ പെൻഷൻ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. സാർ, അത് ആദ്യത്തെ 4.25 വർഷക്കാലം 1600 രൂപയിൽ നിന്ന് 1 രൂപ കൂട്ടിയില്ല. 4.25 വർഷമായപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലയാഴ്ചയാണ് 1600 രൂപ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. എന്തായാലും അത്തരം ഒരു കാലതാമസം ഈ 3000 രൂപയുടെ കാര്യത്തിൽ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് ജനങ്ങളോട് നൽകിയ വാഗ്ദാനം ഈ സർക്കാർ പാലിക്കുക തന്നെ ചെയ്യും. ഇലക്ഷന്റെ സമയത്ത് വോട്ട് തട്ടാൻ വേണ്ടി മാത്രം എന്തെങ്കിലും വിളിച്ചു പറയുകയും അധികാരം കിട്ടിക്കഴിഞ്ഞാലോ ജനങ്ങളെ നോക്കി പല്ലിളിക്കുകയും ചെയ്യുന്ന പഴയ രാഷ്ട്രീയ ശൈലിക്ക് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ വെച്ച് തന്നെ കൊടുത്ത ആ ഒരു മറുപടി ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ തരംഗമാണ് സുഹൃത്തുക്കളെ. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആ ഒരു മാസ് ഡയലോഗ് ഇതായിരുന്നു: വി കീപ് ദ പ്രോമിസസ് വി മേക്ക്. അതായത് ഞങ്ങൾ ജനങ്ങൾക്ക് എന്ത് വാഗ്ദാനം നൽകുന്നുവോ അത് ഞങ്ങൾ പാലിച്ചിരിക്കും. വെറുതെ അങ്ങ് പറയുകയല്ല ചെയ്തത് കേട്ടോ. അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളും അദ്ദേഹം സഭയിൽ നിരത്തി. മുൻപ് ഭരിച്ചവർ 5 വർഷം ഒന്നിനും കൊള്ളാതെ നടന്നിട്ട് കാലാവധി തീരാൻ മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോഴാണ് പെൻഷനിൽ ഒരു ചെറിയ വർധനവ് വരുത്തിയത്. എന്നാൽ വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന് 1 മാസം തികയും മുൻപ് തന്നെ പറഞ്ഞ ഓരോ പ്രധാന വാഗ്ദാനങ്ങളും അവർ ഓരോന്നായിട്ട് നടപ്പിലാക്കാനും തുടങ്ങി. പ്രതിപക്ഷത്തിന്റെ വ്യാജ പ്രചരണങ്ങളെയും കള്ളക്കഥകളെയും വികസനവും കൃത്യമായിട്ട് കൊണ്ട് നേരിടുന്ന ഈ ഒരു പുതിയ ഭരണശൈലി കേരളം ഇതുവരെ കാണാത്ത ഒന്നാണ്. പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ ജനങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, പ്രതിപക്ഷത്തിന് ഭയവുമുണ്ട്. എന്തായാലും പെൻഷൻ കാര്യം പറഞ്ഞ് കൈപൊള്ളിയ പ്രതിപക്ഷം അടുത്തതായിട്ട് സഭയിൽ എടുത്തുവിട്ടത് KSRTC ക്യാപ്സൂൾ ആയിരുന്നു. സാധാരണ ഓർഡിനറി ബസ്സുകളൊക്കെ സിറ്റി ഫാസ്റ്റ് എന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് സർവീസ് നടത്തുന്നു എന്നായിരുന്നു AKG സെന്റർ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിക്കാർ സഭയ്ക്കുള്ളിലേക്ക് കൊടുത്തയച്ച അടുത്ത കള്ളക്കഥ. സൗജന്യ യാത്ര പ്രഖ്യാപിക്കുന്ന ദിവസം നാം കാണാൻ കഴിഞ്ഞത് പലരും അതിനുവേണ്ടി തയ്യാറായി വന്നപ്പോൾ ഓർഡിനറി സർവീസുകളെല്ലാം സ്പീഡ് സർവീസുകളായി ബോർഡ് മാറ്റി ഓടുന്ന ഒരു കാഴ്ച ജനങ്ങൾക്ക് വലിയ തിരിച്ചടിയായി സാർ. അത്തരത്തിലുള്ള ഒരു പദ്ധതിയായി ഇത് മാറുമോ? ഇതിന്റെ യഥാർത്ഥത്തിൽ സർക്കാരിന്റെ നയം എന്താണെന്ന് ഒന്ന് വ്യക്തമാക്കി തരാമോ സാർ? ഞാൻ മറുപടി പറയണമല്ലോ. ഒരു മാസത്തിനുള്ളിൽ ആദ്യത്തെ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കിയപ്പോൾ പണ്ട് 1600 രൂപയുടെ പെൻഷൻ 2500 ആക്കുമെന്ന് പറഞ്ഞിട്ട് 4.25 വർഷം കഴിഞ്ഞ് 400 രൂപ കൂട്ടിയതുപോലെ അല്ലത്. ആദ്യത്തെ മാസം നടപ്പാക്കി. ഒരു ബസ് പോലും, ഒരു ഓർഡിനറി ബസ് പോലും ഫാസ്റ്റാക്കി മാറ്റിയിട്ടില്ല. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി പറയും ഒറ്റ ബസ് പോലും. കള്ളപ്രചരണമാണ്, വ്യാപകമായ കള്ളപ്രചരണം കേരളത്തിൽ നടത്തി, സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ. ആ കള്ളപ്രചരണം അങ്ങേപോലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു MLA ഈ സഭയിൽ ഉന്നയിച്ചതിൽ അതിശക്തമായ പ്രതിഷേധം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഒരു കാരണവശാലും നടക്കാത്ത കാര്യമാണ്. അതിന്റെ വിശദാംശങ്ങൾ ട്രാൻസ്പോർട്ട് മന്ത്രി പറയും. 384 സിറ്റി ഫാസ്റ്റ് ആകെ ഉള്ളത്. അതിലൊരു സിറ്റി ഫാസ്റ്റ് പോലും അല്ല, ഒരു ഓർഡിനറി പോലും സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല. 1 2 പറഞ്ഞോട്ടെ കാര്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ നമ്മൾ
ഇപ്പൊ തന്നെ നമ്മൾ റൂട്ട് മാറിയാ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു സിറ്റി ഫാസ്റ്റ് ഓർഡിനറി ആക്കിയത് MLA ഇവിടെ ഇരിക്കുകയാണ് വിൻസെന്റ്. ഒരു സിറ്റി ഫാസ്റ്റിനെ ഓർഡിനറി ആക്കി അവിടുത്തെ ആളുകളുടെ അഭ്യർത്ഥന പ്രകാരം അത് ഉദ്ഘാടനം ചെയ്ത MLA ഇവിടെ ഇരിക്കുകയാണ് വിൻസെന്റ്. അതുകൊണ്ട് ആരോ ഒരു പ്രചരണം കൊടുത്തത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ വിശ്വസിക്കരുത്. ഇനി ഏതെങ്കിലും ഒരു ഓർഡിനറിയെ സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ പറയൂ, അത് തിരിച്ചാക്കാൻ അങ്ങനെ ഉണ്ടാവാൻ പറയാൻ കഴിയില്ല. ഞാൻ വാശിയോടുകൂടെ പറയാണ്, എഴുതി തന്നോളൂ. ഏതെങ്കിലും ഒരു ഓർഡിനറി സിറ്റി ഫാസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് എഴുതി തന്നാൽ അത് ഉടനെ പരിശോധിക്കും. അങ്ങനെ എന്നാൽ അവിടെയും പ്രതിപക്ഷത്തിന് കിട്ടിയതോ 8ന്റെ പണിയാണ്. മുഖ്യമന്ത്രി VD സതീശനും ഒപ്പം ഗതാഗത മന്ത്രിയും കൂടി ചേർന്ന് ആ ഒരു വ്യാജ പ്രചരണത്തിന്റെ കപടമുഖം സഭയിൽ വലിച്ചു കീറിയിട്ടു. കേരളത്തിന്റെ ഒറ്റ ഓർഡിനറി ബസ് പോലും സിറ്റി ഫാസ്റ്റ് ആക്കി മാറ്റിയിട്ടില്ല. ഇപ്പോൾ നടക്കുന്നത് ചില കേന്ദ്രങ്ങളുടെ വ്യാപകമായിട്ടുള്ള കള്ളപ്രചരണം മാത്രമാണ് എന്ന് തെളിവുകൾ സഹിതമാണ് മുഖ്യമന്ത്രി ഗതാഗത മന്ത്രി സഭയിൽ വ്യക്തമാക്കിയത്. എന്തായാലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറക്കുന്ന ഇത്തരം ചവറ് ക്യാപ്സ്യൂളുകൾ നിയമസഭയുടെ അന്തസ്സിന് ചേർന്നതല്ല എന്നും ഇത്തരം തറവേലകളുമായിട്ട് സഭയിലേക്ക് വരരുത് എന്ന് മുഖ്യമന്ത്രി കടുപ്പിച്ച് പറഞ്ഞപ്പോൾ എന്തായാലും പ്രതിപക്ഷ നിരയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. കാരണം മറുപടി ഇല്ലാതെ അവർക്ക് തല താഴ്ത്തേണ്ടി വന്നു. UDF സർക്കാർ പ്രഖ്യാപിച്ച പ്രിയദർശിനി പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കിയതിന്റെ ആ ഒരു ജാള്യത ഉണ്ടല്ലോ, അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ഇത്തരം വ്യാജ വാർത്തകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷത്തിന്റെ സഭയിൽ VD സതീശന്റെ വകയായിട്ട് കനത്ത പ്രഹരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്ത് UDF നിരയിൽ ഒരു പവർഫുൾ എൻട്രി കൂടി നമ്മൾ കാണുന്നത്. അത് കാണണം കേട്ടോ. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന പാലക്കാടിന്റെ പുതിയ ജനപ്രതിനിധിയാണ് രമേശ് പിഷാരടി MLA. നമുക്കറിയാം അദ്ദേഹത്തിന്റെ സഭയിലെ കന്നി പ്രസംഗമാണ്. ആ ഒരു കന്നി പ്രസംഗം അക്ഷരാർത്ഥത്തിൽ ഒരു പൂരം തന്നെയായിരുന്നു. സിനിമയിലും സ്റ്റേജിലൊക്കെ നമ്മൾ കണ്ട് ശീലിച്ച ചിരിവർത്താനമല്ല ഇപ്പോൾ നിയമസഭയിൽ ഉള്ളത്. അതായത് പണം കൊടുത്ത് വിജയിക്കാനാകില്ല എന്നും അരിയാഹാരം കഴിക്കുന്ന പാലക്കാടുകാർ തെളിയിച്ച ഒരു വിജയമാണ് എന്നുള്ളത് എന്ന് പ്രതിപക്ഷത്തിന് മുഖത്ത് നോക്കി പിഷാരടി ഇത് വിളിച്ചു പറയുമ്പോൾ സഭ ഒന്നാകെ ഇളകി മറിയുകയായിരുന്നു. ഒപ്പം പ്രതിപക്ഷത്തിന്റെ ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്താഗതികളെ തന്റെ തനത് ശൈലിയിലുള്ള മൂർച്ചയേറിയ കൗണ്ടറുകൾ കൊണ്ടും അദ്ദേഹം വലിച്ചു കയറി ഒട്ടിച്ചു. പലതിനെയും ചെറുക്കുന്നതിനാണ് ഈ വർഗീയത എന്ന് പറയുന്ന വാക്ക്. വർഗീയത ചെറുക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നു പറയുമ്പോഴും ഈ വർഗീയത എന്ന് പറയുന്ന വാക്ക് പലപ്പോഴും മതവുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വാക്കല്ല. അതിന് രാഷ്ട്രീയ വർഗീയത എന്ന് പറയുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു വർഗത്തെ സംബന്ധിക്കുന്ന വാക്കാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് മറ്റെല്ലാവരും എതിർക്കപ്പെടേണ്ടതാണെന്നും മറ്റെല്ലാം ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതാണെന്നും മറ്റാരും ശരിയല്ലെന്നും നമ്മൾ മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നതും ഒരു വർഗീയത തന്നെയാണ്. ഞാനിപ്പോ പറഞ്ഞില്ലെങ്കിലും പിന്നീട് അവർ തന്നെ കണ്ടെത്തിയ ഇത്തവണത്തെ ഞാൻ തന്നെ ആദ്യം കണ്ടപ്പോൾ അയ്യോ ഇത് കൊള്ളൂലല്ലോ എന്ന് വിചാരിച്ചതായിരുന്നു ഈ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറയുന്ന ഇവരുടെ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത്. മറ്റാരെയും ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം. ഞാൻ തന്നെ പാലക്കാട് ജില്ലയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ എന്റെ എതിർ സ്ഥാനാർത്ഥിയെ കണ്ടപ്പോൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ഒരു UDF-കാരൻ എന്നോട് നിങ്ങൾ എന്തിനാ എതിർ സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിച്ചെന്ന് ചോദിച്ചില്ല. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഞാൻ അതിന്റെ കമന്റ് ബോക്സ് നോക്കിയപ്പോഴും എന്തിനാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിച്ചെന്ന് ചോദിച്ചു. പിന്നെ എന്നെ ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രദേശം മുഴുവൻ. ഞാൻ ഇതെന്താ ഇവരെങ്ങനെ വിളിക്കുന്നതെന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട ജനീഷിന് ചോറ് കൊടുത്തതിന്റെ പേരിൽ ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇപ്പോഴും ഇൻക്ലൂസീവായി ചിന്തിക്കുക എന്ന് പറയുന്നത് ഇവരെ പറ്റി ഇവർക്ക് സാധിക്കുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇൻക്ലൂസീവായി ചിന്തിക്കാൻ ഇന്ത്യയെ പഠിപ്പിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധിയായി നിൽക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. കാരണം പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയിലേക്ക് വരുന്നത് എന്ന്. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 200 കൊല്ലത്തെ ബ്രിട്ടീഷിന്റെ ഭരണം കഴിഞ്ഞിട്ടാണ്. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിന്റെ ശതമാനം 12%. ലിറ്ററസി 12%. മനുഷ്യന്റെ ശരാശരി ആയുസ് ഇന്ത്യക്കാരന്റെ ആയുസ് 35 വയസ്സാണ്. കമ്മ്യൂണിക്കേഷൻ യാതൊരുവിധ മാർഗങ്ങളും ഇല്ല. റേഡിയോ പോലും ഒരു ഗ്രാമങ്ങളിലില്ല. ഭാഷയില്ല, വിദ്യാഭ്യാസമില്ല. മലേറിയയും കോളറയും പോലെയുള്ള വലിയ വലിയ അസുഖങ്ങൾ പിടിച്ചിരിക്കുന്നു. ആ സമയത്ത് ഇന്ത്യയുടെ ഏറ്റവും പ്രാധാന്യം മറിക്കുന്ന ലക്ഷ്യം റോഡുകളോ പാലങ്ങളോ ഒന്നും ആയിരുന്നില്ല. ഇന്ത്യ അത്ര വാഹനങ്ങളുമില്ല. ഇന്ത്യ നിവർത്തി നിർത്തുക, നേരെ നിൽക്കുക, നട്ടൽ നിവർത്തി നിൽക്കാൻ പഠിപ്പിക്കുക എന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഉദ്യമം ഏറ്റെടുത്ത് 10-50 വർഷം കൊണ്ട് ഇന്ത്യയെ ഹരിത വിപ്ലവത്തിലൂടെയും വ്യവസായിക വിപ്ലവത്തിലൂടെയും പഞ്ചവത്സര പദ്ധതികളിലൂടെയും നിവർത്തിയ ഒരു പ്രസ്ഥാനം. അങ്ങനെ നിൽക്കാൻ പഠിച്ചപ്പോഴാണ് BJP അധികാരത്തിലെത്തുന്നത്. BJPക്ക് അധികാരത്തിലെത്തുമ്പോൾ കയ്യിൽ മൊബൈൽ ഫോണുമായിട്ടുള്ള ഇന്ത്യക്കാരെയാണ് കിട്ടിയിട്ടുള്ളത്. 200 വർഷം ബ്രിട്ടീഷ് ഭരിച്ച ഇന്ത്യ കോൺഗ്രസിനും 54 വർഷം കോൺഗ്രസ് ഭരിച്ച ഇന്ത്യ BJPക്കും കിട്ടിയതുകൊണ്ടാണ് ഇപ്പൊ 10 കൊല്ലത്തിന് മുമ്പ് എന്താണ് ഇവരുണ്ടാക്കിയതെന്നുള്ള ഒരു ചോദ്യം എപ്പോഴും കാണാൻ സാധിക്കുന്നത്. ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെ പുതിയ ചരിത്ര നിർമ്മാണങ്ങളിലൂടെ അപഖ്യാതി പറഞ്ഞു വരുത്തുന്നതിലൂടെ കോൺഗ്രസ് എന്ന് പറയുന്ന UDF എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരോടൊപ്പം നിൽക്കുന്നതാണ് ഏറ്റവും നല്ല രാഷ്ട്രീയമെന്ന ബോധ്യമുള്ള എനിക്ക് ഒരു പൗരൻ എന്ന നിലയിൽ എന്റെ പൗരബോധത്തിന്റെ ഭാഗമായി ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നത് ഏറ്റവും അനിവാര്യമായ കാര്യമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഏറ്റവും അനിവാര്യമായ ഒരു പൗരന്റെ കടമ ചെയ്തുകൊണ്ടാണ് ഇത്തവണ കേരളത്തിലെ ഓരോ ജനങ്ങളും നമ്മുടെ പാർട്ടിയെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന നമ്മളോടൊപ്പം ചേർന്ന് നിന്നതും നമ്മളിന്ന് മുഖ്യധാരയിലേക്ക് ഏറ്റവും സജീവമായി തിരിച്ചു വന്നിട്ടുള്ളതും അവരോടും നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ബജറ്റിനെ കുറിച്ച് ഉള്ള അവലോകനമാണ്. ബജറ്റിനെ കുറിച്ച് ഇനിയും നമ്മുടെ തന്നെ പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ തന്നെ ബജറ്റാണ്. അതിനെക്കുറിച്ച് ഇനിയും ഞാൻ ഒരുപാട് ഇവിടെ നിന്ന് പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല. വേണമെങ്കിൽ ഇന്ന് ഈ ബജറ്റ് ലോകമെങ്കും വിളങ്ങിയിടാൻ ധനകാര്യമന്ത്രി തന്നെ എന്ന് പറയുന്ന ഒരു പാർട്ടിനൊക്കെ സ്കോപ്പുണ്ട്. പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല. ഏറ്റവും കാര്യമായി തിങ്ക് ടാങ്ക്, ജെൻസി പോലെയുള്ള ഒരുപാട് വാക്കുകൾ
മുൻപ് ബജറ്റുകളിൽ കേട്ടിട്ടില്ലാത്ത വാക്കുകൾ കേട്ട ഒരു ബജറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് കാലത്തിനൊപ്പം നിൽക്കുകയും കാലത്തിന് മുന്നേ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ബജറ്റാണ്. ഈ ബജറ്റിനെ ഞാനും ഏറ്റവും ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു, സ്നേഹിക്കുന്നു. കടമ ചെയ്ത വഴിയും അല്ലാതെയും നമുക്ക് ഈ വലിയ വിജയം സമ്മാനിച്ച ജനങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട്, ഉത്തരവാദിത്തം പറഞ്ഞുകൊണ്ട് എന്റെ 2 മിനിറ്റ് ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഇതോടൊപ്പം തന്നെ കലാമേഖലയിൽ നിന്ന് വന്ന ഒരാളെന്ന നിലയിൽ തന്റെ ഗുരുനാഥനായിട്ടുള്ള സലീം കുമാറിന് വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ 1 കോടി രൂപയുടെ സ്മാരകം പ്രഖ്യാപിച്ചതിന് പിഷാരടി ഗവൺമെന്റ് നന്ദി പറഞ്ഞു. പക്ഷെ അവിടെയും സോഷ്യൽ മീഡിയയിലെ ചിലർ അടുത്ത വിവാദവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദത്തിൽ പോയത് ഈ 1 കോടി രൂപയുടെ കാര്യത്തെക്കുറിച്ചാണ്. അതായത് നടൻ സലീം കുമാറിന് വേണ്ടിയിട്ട് സ്മാരകം പണിയുന്നു എന്നുള്ള രീതിയിൽ. ഈ സ്മാരകം എന്ന് കേൾക്കുമ്പോൾ പലരുടെയും ഓർമ്മയിലേക്ക് വരുന്നത് പ്രതിമയാണ്. എന്നാൽ ഇതൊരു പ്രതിമയല്ല, മറിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു വലിയ സാംസ്കാരിക കേന്ദ്രമായിരിക്കും എന്നത് പിഷാരടി ഇവിടെ വ്യക്തമാക്കുകയാണ്. ഒപ്പം എന്റെ ഗുരുനാഥൻ കൂടിയായ സലീമേട്ടന് 1 കോടി രൂപയുടെ ഒരു സ്മാരകം പണിയും എന്ന് പറഞ്ഞു. പക്ഷേ പലർക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ പെട്ടെന്ന് ഈ സ്മാരകം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ പ്രതിമ എന്നുള്ള രീതിയിലാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ഇതിന്റെ ആവശ്യത എന്തെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അത് ജനോപകാരപ്രദമായ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കുമെന്നുള്ളത് നമുക്ക് വൈകാതെ തന്നെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഈ തെറ്റിദ്ധാരണ നമുക്ക് മാറ്റാൻ കഴിയും. ജനങ്ങൾ നമുക്ക് തരുന്നത് അധികാരമല്ല, ഉത്തരവാദിത്വമാണെന്നുള്ള വലിയ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. കാരണം അപ്പൊ കൂട്ടുകാരെ, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഒരു നിയമസഭാ സമ്മേളനം അടിവരയിട്ട് തെളിയിക്കുന്നത് എന്താണ്? അതൊന്നു മാത്രമേ ഉള്ളൂ. അതായത് കേരള രാഷ്ട്രീയം ഇപ്പോൾ പുതിയൊരു ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്. വായ തുറന്നാൽ കള്ളപ്രചരണങ്ങളും ക്യാപ്സൂളുകളും മാത്രം ഇറക്കുന്ന പ്രതിപക്ഷത്തിനെ നിയമസഭയ്ക്കുള്ളിൽ കണക്കുകൾ കൊണ്ടും മൂർച്ചയേറിയ കൗണ്ടറുകൾ കൊണ്ടും VD സതീശൻ എന്ന മുഖ്യമന്ത്രി തീർത്ത പ്രതിരോധം അത്രമേൽ ശക്തമാണ്. സഭയ്ക്കുള്ളിൽ LDFന്റെ രാഷ്ട്രീയ വർഗീയതയെ വലിച്ചു കീറി ഒട്ടിക്കാൻ രമേശ് പിഷാരടി പോലെയുള്ള യുവരത്നങ്ങൾ അണിനിരക്കുമ്പോൾ പുറത്ത് സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട അമ്മമാരുടെ കണ്ണീരൊപ്പാൻ VD സതീശൻ എന്ന ജനനായകൻ നേരിട്ടിറങ്ങുന്നു. പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഒരു ഗവൺമെന്റും ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരിക്കുമ്പോൾ കേരളം ഇനി കൂടുതൽ സുരക്ഷിതമായ കൈകളിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലെയുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾക്കും പവർഫുൾ വാർത്തകൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടലൻ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.